ശ്രീജിയാണ്. MKS പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് 3BHK 1250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 3BHK 55 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിലയ്ക്ക് മേടിക്കാൻ പറ്റും. 55 ലാക്സിന് ഫർണിഷ്ഡ് ആയിട്ടുള്ള 25,000 രൂപ വരെ റെൻറ്റ് കിട്ടുന്ന ഒരു 3BHK ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുന്നത്. ഇത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കാക്കനാട് പാലച്ചോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എൻ്റെ ബിൽഡർ എന്ന് പറയുന്നത് ദേശായിയാണ്. ഇവിടെ ഒത്തിരി നല്ല ഫ്ലാറ്റുകളുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി പറയുന്നത് 3.25 ഏക്കറിൽ 3.95 ഏക്കേഴ്സിൽ 496 ഫ്ലാറ്റുള്ള 7 ടവറോട് കൂടിയ വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്ലാറ്റാണ്. നല്ലൊരു ഫ്ലാറ്റ് സമുച്ചയം തന്നെയാണ്. ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ജിമ്മുണ്ട്, പൂളുണ്ട്, സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ ഉണ്ട്, കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല സ്പേസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഭയങ്കര നല്ല രീതിയിൽ കൊണ്ടാടുന്ന ഒരു നല്ലൊരു അസോസിയേഷൻ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരു വെൽ സെറ്റായിട്ടുള്ള കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ അപ്കമിങ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഇതിന് തൊട്ടടുത്താണ്. മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. സെസ്സിൻ്റെ നേരെ ബാക്ക് സൈഡാണ്. കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ നേരെ ബാക്ക് സൈഡാണ്. പാലച്ചോടാണ്. അതിമനോഹരമായ പ്രോജക്റ്റാണ്, ഗംഭീര പ്രോജക്റ്റാണ്, നല്ല പ്രോജക്റ്റാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ റെൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് നോക്കുന്ന ഒരാളിന് 55 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഈ 25,000 രൂപ നമുക്ക് ഫുൾ ഗ്യാരണ്ടി, ഞങ്ങൾ ഗ്യാരണ്ടി ആയിരുന്നു. 25,000 രൂപ നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് റെൻറ്റിന് കിട്ടും. റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്ലാറ്റാണ് ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഫ്ലാറ്റ് കാണിക്കാം. ഫ്ലാറ്റ് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കിട്ടിലും വീഡിയോയുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ഇത് കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു 3 സീറ്റിൻ്റെ ഒരു സെറ്റിയും ഒരു 2 സീറ്റിൻ്റെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു 2 സീറ്റിൻ്റെ നല്ലൊരു സെറ്റിയാണ് കേട്ടോ. സെറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള സെറ്റിയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇത് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒറ്റ ബാൽക്കണിയേ ഉള്ളൂ. ബാൽക്കണി ഒരെണ്ണമാണ്. നമുക്ക് ബാൽക്കണി നല്ല കാറ്റുണ്ട്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ എയർ സർക്കുലേഷനും വെളിച്ചവും ഭയങ്കരമായിട്ടുണ്ടാവും. ഇതുണ്ട്, ഇതൊരു നല്ലൊരു വ്യൂ ആണ്. ബാൽക്കണി ഒന്നേ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു വ്യൂ ആണ്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇൻഫോ പാർക്കിൻ്റെ ഏരിയയാണ്. ഇത്രയും അടുത്തുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ വഴിയാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ പോകുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് നല്ലൊരു വ്യൂ കിട്ടും. നല്ല രസമായിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി പറഞ്ഞത്. ബാൽക്കണി അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി. എന്നാൽ നമുക്ക് ഒറ്റ ബാൽക്കണിയേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വേണ്ട. കാര്യം ഇപ്പോൾ ഇത്രയും സ്ക്വയർ ഫീറ്റ് നമുക്ക് ബാൽക്കണി കൂടുന്തോറും നമ്മളെ സ്ക്വയർ ഫീറ്റ് കുറയും. അപ്പോൾ അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിൽഡർ ഒറ്റ ബാൽക്കണിയിൽ ഈ സാധനം ചെയ്തിരിക്കുന്നത്. ഒരു ബാൽക്കണി മതി. അത്യാവശ്യം ഒരു ബാൽക്കണിയാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മൾ സെറ്റ് ഞാൻ പറഞ്ഞത്. ലിവിങ് ഏരിയ എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ ആയിട്ട് കാണേണ്ട കാര്യം. 1250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ലാറ്റാണ്. ഇവിടെ നമുക്ക് വരുന്നത് ഇതാണ് TV-യുടെ പോയിന്റ് പറയുന്നത്. ഇവിടെ നമുക്കൊരു TV പോയിന്റ് വയ്ക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV ഇല്ല. ഇത് പിന്നെ ഇവിടെ നമുക്ക് വേണ്ട കേബിളിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതൊരു ചെറിയ ക്രോക്കറി ഐറ്റൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ പറഞ്ഞത്. ഡൈനിങ് ഏരിയയിൽ ഇപ്പം നല്ല 6 ചെയറിൻ്റെ ഒരു വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിൾ എടുത്തിട്ടുണ്ട്. നല്ല വുഡനിൽ ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളാണ്. ഫുൾ വുഡനിൽ ചെയ്തിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. ഗ്ലാസ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ടോപ്പോടുള്ള വുഡൻ്റെ ടേബിളാണ്. പക്ഷേ ചെയറെല്ലാം നല്ല ചെയറാണ്. നല്ലൊരു ഭംഗി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ കിച്ചൻ്റെ പോർഷൻ വരും. കിച്ചൺ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ്. കിച്ചണിൽ കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതവിടെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ കിച്ചൻ്റെ ഹോബ്, കിച്ചൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. സ്റ്റൗ മാത്രം വെച്ചാൽ മതി. ഹോബെല്ലാം വെച്ചിട്ടുണ്ട്. ഫാബറിൻ്റെ ഹോബാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് നമ്മളെടുത്താൽ മതി. ഇത് കണ്ടോ, ഇതെല്ലാം കബോർഡെല്ലാം നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൊടുത്തിരിക്കുന്നത് തന്നെ വാട്ടർ പ്യൂരിഫയറിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുടിവെള്ളത്തിൻ്റെ സോഴ്സാണ് അത് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കത് കൂടാതെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ് വെച്ചിരിക്കുന്നത്. സൈമറിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. നല്ലൊരു വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഗ്യാസിൻ്റെ റീഡിങ് വരുന്നത്. ഇവിടെ ഗ്യാസ് ഞാൻ പറഞ്ഞു സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷനാണെന്ന്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ കണക്ഷൻ ഇവിടെ വെള്ളമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഗ്യാസിൻ്റെ റീഡിങ് എടുക്കുക. റീഡിങ് എടുത്തിട്ട് അതിൻ്റെ പേ ചെയ്യുക. ഇതാണ് കിച്ചൻ്റെ പോർഷൻ പറഞ്ഞത്. കിച്ചൺ നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ നല്ല ഗംഭീരമായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ കയറി വരുമ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു കിച്ചണാണ്. എന്നാൽ വലിപ്പം ഇല്ലയെന്ന് തോന്നുന്നില്ല. നല്ലൊരു വലിപ്പമുള്ളൊരു കിച്ചണ്. നമുക്ക് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് വരുന്നത്.
ഓക്കെ, ഇതാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ ഇൻറ്റീരിയർ നല്ല രീതിയിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഇത് മെയിനാണ് നമുക്ക് റെൻറ്റിന് കൊടുക്കാൻ പറ്റും. റെൻറ്റിന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 25 രൂപ റെൻറ്റ് കിട്ടും. ഇനി താമസിക്കാനാണെങ്കിൽ നല്ല ഫ്ലാറ്റാണ്. എല്ലാ ഇതുണ്ട്. ഒരു ബെഡ്റൂം, ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമാണ്. ഇവിടെ 3 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ. 3 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമാണ്. ഇവിടെ ഒരു ചെറിയൊരു ഇത് കട്ടിൽ, എന്തൊരു ചെറിയൊരു കട്ടിലായിട്ടിങ്ങനെ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാറ്റിക്കളയാം. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഗോദ്രേജിൻ്റെ ഒരു വലിയൊരു നല്ല ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഉള്ള നല്ലൊരു അലമാര ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റീലിൻ്റെ ആണ്, പക്ഷേ നല്ല വലിപ്പമുള്ളൊരു നല്ലൊരു അലമാരയുണ്ട്. നല്ലൊരു അലമാരയാണ്, ഗോദ്രേജാണ്. നല്ല ലോക്കിംഗ് സിസ്റ്റമൊക്കെ ഉള്ള നല്ലൊരു അലമാര. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡൈനിങ് ഏരിയ, ഇത് വാഷ് ഏരിയയിൽ നിന്ന് മൊത്തം 3 ബെഡ്റൂം ഞാൻ പറഞ്ഞു. ഇത് സെക്കൻഡ് ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കന്നിമൂല സ്ഥാനം നോക്കുന്നവർക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഇതാണ് കറക്റ്റ് സ്ഥാനത്ത് വരുന്ന ഒരു ഫ്ലാറ്റ്, ബെഡ്റൂം വരുന്നത്, മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ 3 ഡോറിൻ്റെ ഒരു അൽമാര കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു ദിവാൻ്റെ ഒരു ചെറിയ ടൈപ്പ് ദിവാൻ കൊടുത്തിട്ടുണ്ട്. അത് വുഡനാണ്, നല്ല ദിവാനാണ്. ഒരു ചെറിയ ടൈപ്പ് ദിവാൻ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ, നമ്മൾ പറഞ്ഞ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇതാണ്. ഇവിടെ ഒരു സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിങ് നമുക്ക് ഇതാണ് ഈ സ്ലൈഡിങ് വന്ന് നമുക്ക് എന്തെങ്കിലും ഈ ചെറിയ തുണികളൊക്കെ അലക്കിയിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. സ്ലൈഡിങ് ഡോറാണ്. ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് ബെഡ്റൂമിൻ്റെ, നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത്. ഇവിടെ നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നു. 3ാമത്തെ ബെഡ്റൂമിൽ ഇവിടെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു കട്ടിൽ, അതുകൂടാതെ നമുക്ക് ഇവിടെ 3 ബെഡ്റൂമിൻ്റെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ളൊരു വാർഡ്രോബാണ്, കണ്ടോ, വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും, നല്ല രീതിയിലുള്ള എയർ സർക്കുലേഷനും വെൻറ്റിലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇത് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. 3 ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇങ്ങനെ 3 ബെഡ്റൂമും ബാത്റൂമോട് ഇവിടെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് 3ാമത്തെ ഒരു വാഷ് ഏരിയ ഇവിടെ ഉണ്ട്. 3ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഇത് ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ ഇത് പറയുമ്പോൾ, ഈ ഫ്ലാറ്റ് ഞാൻ പറഞ്ഞില്ല, കിഴക്ക് പടിഞ്ഞാറ്, അതായത് ഈസ്റ്റ് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഈ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഫ്ലാറ്റിംഗ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എയർ സർക്കുലേഷനും പിന്നെ വെളിച്ചവും ഭയങ്കരമായിട്ട് കിട്ടും. ഇത് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പകലാണ്. സത്യം ഒരു ഉച്ചയ്ക്ക് 1 മണിയായി, 1:30 ആയി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൻ്റെ അത് ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. കിച്ചണിൻ്റെ പോർഷൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, കണ്ടോ, ഒരു ലൈറ്റും ഞാൻ ഇട്ടിട്ടില്ല. ലൈറ്റോ ഫാനോ ഒന്നും ഇടാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ, ഇത്രയും പ്രകാശം ഈ ഫ്ലാറ്റിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. കാര്യം എയർ സർക്കുലേഷൻ മാത്രമല്ല, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും ഒരു ഫ്ലാറ്റിൽ വെളിച്ചം വേണം. എയറിൻ്റെ സർക്കുലേഷനും സണ്ണിൻ്റെ സർക്കുലേഷനും, അതായത് വെളിച്ചത്തിൻ്റെ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും. അത് കിച്ചണിലായാലും ശരി. ഇത് കിച്ചണിലുണ്ടോ, ഇവിടെ നമുക്ക് പടിഞ്ഞാട്ടിൽ നിന്നുള്ള ലൈറ്റ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എല്ലാ റൂമിലും എയറിൻ്റെ സർക്കുലേഷൻ നല്ലപോലെ ജനൽ, അവിടെ നിന്നും വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും എല്ലായിടും ഇവർക്ക് എയറിൻ്റെ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരു ജനാലയും വാതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് അതൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ 2000-4000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിച്ചാലും അവിടെ എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ നമ്മൾ താമസിച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. പക്ഷേ എപ്പോഴും അതൊരു സയൻസാണ്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഫീലിംഗ് ഉള്ളൊരു വീട്ടിൽ, ചെറിയ കാശായാലും ചെറിയ സ്ഥലമായാലും പോസിറ്റീവ് ഫീലിംഗ് ഉള്ളൊരു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. അപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇത് ഒരു ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു ഫ്ലാറ്റാണ്. 55 ലക്ഷം രൂപയാണ് ഇത് ഓണർ ചോദിക്കുന്നത്. അപ്പോൾ 55 ലക്ഷം രൂപയ്ക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് 55 ലക്ഷം രൂപയ്ക്ക് ഒരു 3 BHK ഫ്ലാറ്റ് സുഖമായിട്ട് എടുക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു നഷ്ടവുമില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് റിട്ടേൺ കിട്ടും. നമുക്ക് താമസിക്കാം. താമസിച്ചതിന് ശേഷം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്താൽ കൂടി നമുക്ക്
25,000 രൂപ വരെ നമുക്ക് റെന്റ് കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. പിന്നെ ഇവിടുത്തെ അസോസിയേഷന്റെ മെയിൻ്റനൻസ് ഫീ എന്ന് പറഞ്ഞാൽ 2,500 രൂപയാണ്. 2,500 രൂപയാണ് പെർ മന്ത് മെയിൻ്റനൻസ് വരുന്നത്. അത് നമ്മൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കണമെങ്കിൽ നമുക്ക് 1 മന്ത് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള അതിമനോഹരമായിട്ടുള്ള നല്ലൊരു ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ MK പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ദിസ് ഇസ് ശ്രീജി സൈനിങ് ഓഫ്. മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക. കിടിലൻ സാധനം കേട്ടോ, ഗ്യാരണ്ടി ഞാനാണ്. അതായത് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. നല്ല സാധനം, നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നോക്കരുത്. നമുക്ക് താമസിക്കാനായാലും ചെറിയ ബഡ്ജറ്റിന് നല്ലൊരു കമ്മ്യൂണിറ്റി ലിവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വരിക, വിളിക്കുക, പർച്ചേസ് ചെയ്യുക. ഓക്കെ.